അടുത്ത വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരത്ത് മേയറെ കണ്ടെത്താൻ BJPയിൽ ചർച്ചകൾ നീളുന്നു. VV രാജേഷിനാണ് പ്രഥമ പരിഗണനയെങ്കിലും കൂടുതൽ പേരുകൾ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. കോഴിക്കോട് മേയറെ തീരുമാനിക്കാൻ CPIM-നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസ് മേയറാകും. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJP അധികാരത്തിലെത്തുന്നതിന് തടയിടാൻ UDF-ഉം LDF-ഉം കൈകോർക്കുമോ എന്നാണ് ആകാംക്ഷ. ഹരിമോഹനും AK അഭിലാഷും മുബഷീർ ഇ അക്ബറും ചേരുന്നു. ആദ്യം ഹരിമോഹനിലേക്ക്. VV രാജേഷ് എന്ന പേരിലേക്ക് തന്നെയായിരുന്നു എത്തിയിരുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം വന്നിരിക്കുന്നത്? കൂടുതൽ പേരിലേക്ക് എത്തുന്നത് VV രാജേഷിന് എതിർപ്പുണ്ടോ ഇതിൽ? റോഷ്നി, തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് BJPക്ക് ഏറ്റവും എളുപ്പത്തിൽ ഒരു മേയറെ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിൽ കേവല ഭൂരിപക്ഷം ഇല്ല, ഒരു സീറ്റ് അകലെയാണെങ്കിൽ പോലും ഒറ്റകക്ഷി എന്നുള്ള നിലവിൽ UDF-ഉം LDF-ഉം കൈകോർത്താലും അതിനകത്ത് തടയിടാൻ കഴിയാത്ത രീതിയിലാണ് BJP ഇവിടെ നിൽക്കുന്നത്. പക്ഷേ BJPയെ സംബന്ധിച്ച് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന പേരുകൾ, അതായത് വോട്ടെണ്ണലിന് മുൻപേ ഉണ്ടായിരുന്ന പേരുകൾ എന്ന് പറയുന്നത് ശ്രീലേഖയുടേതും VV രാജേഷിൻ്റെതുമാണ്. പക്ഷേ വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം അത് VV രാജേഷ് എന്ന് പറയുന്ന ഒരു ഒറ്റ പേരിലേക്ക് ചുരുങ്ങി. അതായത് രാഷ്ട്രീയ പരിചയ സമ്പത്തുള്ള ആൾ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ ആകണമെന്നുള്ള ഭൂരിഭാഗത്തിന്റെയും തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രാജേഷ് ആകട്ടെ എന്നുള്ളത് സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഭാഗം നേതാക്കൾ ഉന്നയിച്ചത്. പക്ഷേ രാജേഷിന്റെ പേരിനോട് ചില ആളുകൾക്ക് എതിർപ്പുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അതായത് പ്രത്യേകിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് തന്നെ VV രാജേഷിന്റെ പേരിനോട് അത്ര താല്പര്യമില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് കൂടുതൽ പേരുകൾ കൂടി ചർച്ചയിലേക്ക് കൊണ്ടുവരികയാണ്. അതിൽ രാജേഷ് അല്ലെങ്കിൽ ശ്രീലേഖ എന്നുള്ള ഒരു സ്ഥിതി മാറി രാജേഷ് അല്ലെങ്കിൽ മറ്റ് ചില പേരുകൾ കൂടി പരിഗണിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്രീലേഖയുടെ പേരിനുള്ള ചില പ്രശ്നങ്ങൾ, ശ്രീലേഖയ്ക്ക് രാഷ്ട്രീയ പരിചയം വളരെ കുറവാണ്. അവരൊരു പ്രൊഫഷണൽ എന്നുള്ള നിലയിലാണ് കൂടുതലും അറിയപ്പെടുന്നത്. മാത്രമല്ല തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം നിലനിർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതിനപ്പുറത്തേക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ അല്ലെങ്കിൽ BJPക്ക് തിരുവനന്തപുരത്ത് കൂടുതൽ സീറ്റുകൾ നേടാൻ കഴിയും എന്നുള്ളൊരു സാധ്യത ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം കൊണ്ട് BJP നേതൃത്വം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ പേരിന് അവിടെ ഒരു വിട്ട് വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. കൂടാതെ തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഇത്തവണ വനിതാ സംവരണമാണ്. അതുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നതിനോട് ഭൂരിഭാഗം നേതാക്കൾക്കും എതിർപ്പുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശ്രീലേഖയുടെ പേര് അത്ര കാര്യപ്പെട്ട രീതിയിൽ ചർച്ച ചെയ്യാത്തത്. പക്ഷേ അപ്പോഴും രാജേഷിന്റെ പേരിനോടുള്ള ഒരു വിമുഖത പലരും പ്രകടിപ്പിച്ചു കഴിഞ്ഞു. കൂടുതൽ ആളുകൾ ഈ കൂടുതൽ ആളുകളുടെ പേരുകൾ ചർച്ചകളിലേക്ക് വരണം എന്നുള്ള നിലപാടിലാണ് നേതാക്കളെല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് കൗൺസിലിലേക്ക് ഒന്നിലധികം വട്ടം ജയിച്ച 3 തവണയോളം ജയിച്ചിട്ടുള്ള ഒന്നിലധികം പേരുകൾ ഉണ്ട്. അവരെ കൂടി പരിഗണിക്കണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല RSS നേതൃത്വത്തിന്റെ ഒരു തീരുമാനം കൂടി ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിൽ RSS നേതൃത്വത്തെ സംബന്ധിച്ച് VV രാജേഷിന്റെ പേരിനോട് വലിയ വിയോജിപ്പുകളൊന്നും ഇല്ല എങ്കിൽ പോലും കൂടുതൽ എതിർപ്പ് വന്നു കഴിഞ്ഞാൽ രാജേഷ് അല്ലാതെ മറ്റ് RSSനോട് ആഭിമുഖ്യമുള്ള BJPയിലെ നേതാക്കൾ തന്നെ വരട്ടെ എന്നുള്ള നിലപാട് കൂടി RSS സ്വീകരിക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഈ പേരുകളിൽ നിന്ന് ഒരു പേരിലേക്ക് തിരുവനന്തപുരം മേയറെ തെരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് ദീപക് മലയമ്മ ചേരുന്നു. ദീപക്, ഈ കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ യുവാക്കളടക്കമുണ്ട്. അതിലൊരു പേര് എത്രയും പെട്ടെന്ന് ഉയർന്നു കേൾക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് 21-ാം തീയതിയോടകം തന്നെ പുതിയ ഭരണസമിതി പ്രവർത്തിച്ചു തുടങ്ങേണ്ടതുണ്ടല്ലോ അല്ലെ? റോഷ്നി പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോഴും CPM-ന് ആരാണ് മേയർ സ്ഥാനാർത്ഥി എന്നുള്ളത് സംബന്ധിച്ച് അല്ലെങ്കിൽ ആരായിരിക്കും മേയർ എന്നുള്ളത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഭൂരിപക്ഷത്തിൽ നിന്ന് താഴേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ആ ഘട്ടത്തിലാണ് ചില പേരുകൾ ഉയർന്നു വരുന്നത്. ഡോക്ടർ S ജയശ്രീ, നേരത്തെ തന്നെ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ജയശ്രീക്ക് ആദ്യ പരിഗണന എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രവൃത്തി പരിചയം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ ചില പേരുകൾ അതിൽ യുവാക്കളുടേതടക്കം സന്ദേശത്തിൻ്റെതടക്കം ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളടക്കം പരിഗണനയിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സദാശിവനൊപ്പം തന്നെ K രാജീവൻ, ഈ 2 പേരുകൾ കൂടി വളരെയധികം പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് നേരത്തെ മേയർ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്ന CP മുസാഫർ അഹമ്മദ് അദ്ദേഹത്തിന്റെ പരാജയത്തോടു കൂടി മാറേണ്ടി വരുന്നു. ആ ഘട്ടത്തിൽ മേയർ സ്ഥാനത്തേക്ക് ഒരു വനിത എന്നുള്ള നിലയിൽ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അടക്കം പേര് വിവരങ്ങൾ നൽകിയതിനു ശേഷം അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുകയും LDF 18-ാം തീയതി ചേരുമ്പോൾ അതിൽ വീണ്ടും ചർച്ചയാവുകയും അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഡോക്ടർ S ജയശ്രീ മേയർ സ്ഥാനത്തേക്ക് വരികയും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ, അത് വനിതാ സംവരണമാണ്. സ്വാഭാവികമായും അവിടേക്ക് മാത്തോട്ടം ഡിവിഷനിൽ നിന്ന് ജയിച്ചിട്ടുള്ള
മുൻ ഡെപ്യൂട്ടി കളക്ടർ കൂടിയായിട്ടുള്ള കെ അനന്തകുമാരി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അധികം വൈകാതെ തന്നെ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെ കരുതുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേർന്നിരുന്നെങ്കിൽ പോലും ആ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത്രയധികം പേരുകൾ 3 പുരുഷന്മാരും ഒപ്പം തന്നെ ഡോക്ടർ എസ് ജയശ്രീയും അടങ്ങുന്ന ഒരു പാനൽ ഉണ്ടാകുന്നത്. ആ പാനലിൽ നിന്ന് ആരിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും 35 എന്ന് പറയുന്ന കക്ഷി നിലയിലേക്കാണ് LDF-ന് എത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ UDF തൊട്ടുപുറകെയുണ്ട്. അതിന് പിന്നാലെ തന്നെ NDA-യും ഉണ്ട്. അവരൊക്കെ തന്നെ ഒരു തരത്തിലുമുള്ള ഒരു കൂട്ട പരിപാടികളിലേക്ക് ഇല്ല, മറിച്ച് ഒറ്റകക്ഷിയായി തന്നെ നിൽക്കും എന്നുള്ള നിലപാട് ഇതിനോടകം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ഇനിയിപ്പോൾ ആ പ്രഖ്യാപനം എന്ന് വരും എന്നുള്ളതാണ് അറിയാനുമുള്ളത്. ഓക്കെ, ദീപക് മലയമ്മയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.